മിഥില, പരിപാടികൾ അല്പസമയത്തിനകം ആരംഭിക്കുന്നു. ഇപ്പോൾ വന്ന ആളുകളുടെയൊക്കെ പ്രതികരണം കേൾക്കുമ്പോൾ അവരാരെങ്കിലും അങ്ങനെ കോഴിക്കോട് ബീച്ച് കാണാൻ വന്ന കൂട്ടത്തിൽ ഈ പരിപാടിയുടെ ഭാഗത്തേക്ക് വന്നവരല്ല. പലയിടങ്ങളിൽ നിന്ന്, കണ്ണൂരിൽ നിന്ന്, കോഴിക്കോടിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന്, മലപ്പുറത്ത് നിന്ന്, കൊല്ലത്ത് നിന്ന്, വയനാട്ടിൽ നിന്നൊക്കെ നമ്മുടെ ഈ യാത്രയുടെ മുദ്രാവാക്യം ഉൾക്കൊണ്ട്, അല്ലെങ്കിൽ ആ ക്യാമ്പയിൻ്റെ സത്ത ഉൾക്കൊണ്ടുകൊണ്ട് അവരൊക്കെ സ്വയം പ്രചാരകരായി തന്നെ പ്ലക്കാർഡുകളൊക്കെ എത്തുന്ന കാഴ്ചയാണ്. അങ്ങേയറ്റം ആവേശം നൽകുന്ന, ആത്മവിശ്വാസം നൽകുന്ന കാഴ്ചകളാണ് അവിടുന്ന് വരുന്നത്. തീർച്ചയായും ഗോകുൽ പറഞ്ഞതുപോലെ തന്നെ SKന്റെ യാത്ര അത് എത്രത്തോളം ജനങ്ങൾ ഏറ്റെടുത്തു എന്നതിന്റെ തെളിവ് തന്നെയാണ് നമ്മളിപ്പോൾ കാണുന്ന ദൃശ്യങ്ങൾ. കോഴിക്കോട് ബീച്ച് കാണാൻ എത്തിയ ആളുകളല്ല, പ്ലക്കാർഡുമായി ഏന്തി ലഹരി വേണ്ട, അക്രമം വേണ്ട എന്ന പ്ലക്കാർഡുകളുമായി ഏന്തി വിവിധ സംഘടനകൾ നമ്മൾ നേരത്തെ കണ്ടു. ഡെന്റൽ അസോസിയേഷനെ കണ്ടു, ഒപ്പം തന്നെ നൌഷാദ്മാരുടെ ഒരു കൂട്ടായ്മ 350ഓളം ആളുകളാണ് കേരളത്തിന്റെ അങ്ങോളം ഇങ്ങോളം ഉള്ള സ്ഥലങ്ങളിൽ നിന്നും എത്തിക്കൊണ്ടിരിക്കും. ഇപ്പോൾ നമുക്ക് കാണാം ഇവിടെയൊക്കെ ആളുകൾ എത്തിയിട്ടുള്ളത് ഈ ലഹരിക്കെതിരെയുള്ള ഒരു ബോധവൽക്കരണം, സന്ദേശം എല്ലാം. എങ്ങനെയാണ് ഈ ഒരു യാത്രയെ കാണുന്നത്? ലഹരിക്കെതിരെയുള്ള ഒരു യാത്രയുടെ സമാപനമാണ്. ലഹരി വിരുദ്ധ കേരളമാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അപ്പം എന്തായാലും അതിനെതിരെ പോരാടുക, എല്ലാവരും ഒരുമിച്ച് നിന്ന് പോരാടുക. നല്ലൊരു ഇനിഷ്യേറ്റീവ് ആണിത്. കാരണം ഇപ്പോൾ ഡ്രഗ്സ് ആക്ച്വലി കംപ്ലീറ്റ്ലി ഒരു ഇതായിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളതിനെതിരെ എന്തെങ്കിലും ചെയ്തില്ലെങ്കിൽ അത് വലിയൊരു വിപത്തായിട്ട് മാറും. അപ്പോൾ നല്ലൊരു ഇനിഷ്യേറ്റീവ് ആയിട്ടാണ്. തീർച്ചയായും എല്ലാവരും ഒറ്റക്കെട്ടായി പറയുന്നത് ലഹരിക്കെതിരായ ഈ ഒരു യാത്രയെ മനസ്സുകൊണ്ട് പൂർണ്ണമായും ഉൾക്കൊണ്ടു എന്ന് തന്നെയാണ് പറയുന്നത്. എനിക്കൊപ്പം ഒരു ചേട്ടനുണ്ട്. ആ ചേട്ടൻ നേരത്തെ നമ്മൾ കണ്ടതാണ്, സോമൻ ചേട്ടനെ കണ്ടു. സോമൻ ചേട്ടനെ പോലെ സമാനമായ രീതിയിൽ പാട്ട് എഴുതി, കവിത എഴുതി വന്നതാണോ ലഹരിക്കെതിരെ? എവിടുന്നാ വരുന്നത്? മലപ്പുറം ജില്ലയിൽ ചീക്കോട്. എന്താണ് കവിത? എന്താണ് ലഹരിക്കെതിരെയുള്ള കവിതയാണോ? ഗോകുൽ, നമ്മൾ നേരത്തെ സോമൻ ചേട്ടനെ കണ്ടതാണ്. സമാനമായ രീതിയിൽ ആളുകൾ ഈ ഒരു പ്രതികരണങ്ങളെല്ലാമാണ് നമുക്ക് വലിയ ആത്മവിശ്വാസം നൽകുന്നത്. കവിത ഞാൻ തന്നെ എഴുതിയതാണ്. എൻ്റെ പേര് സൈനുദ്ദീനാണ്, ചീക്കോടാണ്. അപ്പോൾ ലഹരി ഇന്ന് നമുക്ക് നാടിനും വീടിനും ഒക്കെ ഒരു വലിയൊരു ഭീഷണിയാണല്ലോ. അപ്പോൾ ഈ ഒരു ഇതിൻ്റെ ഐക്യദാർഢ്യപ്പെട്ടുകൊണ്ട് എൻ്റെ മോള് വന്നിട്ടുണ്ട് സ്കൂളിൻ്റെ സ്കൗട്ട് ആൻഡ് ഗൈഡ്സിൽ. അപ്പോൾ ഒരു 4 വരി സ്റ്റേജിൽ പാടാനും SK കൂടെ കാണാനും താല്പര്യമുണ്ട്. അപ്പോൾ 2 വരി ഞാൻ പാടാം. വേണ്ട ഈ ലഹരി സകലരും പറയുന്നുണ്ട് ശരി, എങ്കിലും നാൾക്കുനാൾ ഇതിനാലെ ദുരിതം പൂണ്ട് പല പുലരി. മാരകമാണുലീ ഈ ലഹരി, ഇതിനൊരു ശാശ്വത പരിഹാരം കാണലതാണതിൻ്റെ ശരി. വെടിയുക പാടെ നാം ലഹരി, വേണ്ട ഈ ലഹരി സകലരും പറയുന്നുണ്ട് ശരി, എങ്കിലും നാൾക്കുനാൾ ഇതിനാലെ ദുരിതം പൂണ്ട് പല പുലരി. മാരകമാണ് ഈ ലഹരി, വെടിയുക പാടെ നാം ലഹരി. ഒത്തിരിയുണ്ട്. ഗോകുൽ, നേരത്തെ നമ്മൾ സോമൻ ചേട്ടനെ കണ്ടു. ഇപ്പോൾ മലപ്പുറത്തുള്ള വേറൊരു സൈനുദ്ദീൻ ചേട്ടനാണ് ഇത്തരത്തിൽ ലഹരിക്കെതിരെ കവിതകളുമായി, അല്ലെങ്കിൽ സ്വന്തം എഴുതിയ ഇവിടെ കോഴിക്കോട് ബീച്ചിൽ ഇപ്പോൾ ഈ യാത്രയ്ക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് എത്തിയിട്ടുള്ളത്. നിരവധി നമ്മൾ ദൃശ്യങ്ങൾ കാണാം. നിരവധി അമ്മമാരെത്തിയിട്ടുണ്ട്, കുട്ടികൾ എത്തിയിട്ടുണ്ട്. എല്ലാവരും തന്നെ ഒറ്റ സ്വരത്തിൽ പറയുന്ന കാര്യം ലഹരി വേണ്ട, അക്രമം വേണ്ട എന്ന് തന്നെയാണ്. അക്ഷരാർത്ഥത്തിൽ SKന്റെ ഈ ഒരു യാത്ര കേരളം ഒട്ടാകെ ഏറ്റെടുത്തു എന്നതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണം തന്നെയാണ് കോഴിക്കോട് ബീച്ചിലേക്ക് ഇപ്പോൾ എത്തിക്കൊണ്ടിരിക്കുന്ന ഈ ആൾക്കൂട്ടം. ഗോകുൽ, തീർച്ചയായും രാസലഹരി അടക്കം സാമാന്യവൽക്കരിക്കാൻ ഒരു വശത്ത് വലിയ ശ്രമം നടക്കുമ്പോഴാണ് ഈ സാമൂഹിക പ്രതിരോധത്തിന്റെ കാഴ്ച. ഓരോ വ്യക്തികളും സ്വയം ഈ ലഹരി വിരുദ്ധ മുദ്രാവാക്യം, അക്രമത്തിനെതിരായ മുദ്രാവാക്യം ഏറ്റെടുത്തുകൊണ്ട് അതിന്റെ പ്രചാരകരായി അവരെ കഴിയുന്ന രീതിയിൽ കവിതയുടെ രൂപത്തിലാകട്ടെ, പ്ലക്കാർഡുകളുടെ രൂപത്തിലാകട്ടെ, കുട്ടികളാണെങ്കിൽ അവർ കാൽനടയായും സൈക്കിളിലുമൊക്കെ കിലോമീറ്ററുകൾ സഞ്ചരിച്ച് കോഴിക്കോട്ടെ ഈ 24ന്റെ മഹാസമ്മേളനത്തിലേക്ക്, ലഹരിക്കും അക്രമത്തിനുമെതിരായ ഈ സന്ദേശമുയർത്തിയ കേരള യാത്രയുടെ സമാപന സമ്മേളനത്തിലേക്ക് എത്തുന്നത് അങ്ങേയറ്റം ആവേശകരമായ കാഴ്ചയാണ്.